പ്രേക്ഷകർ ഇപ്പോൾ കണ്ട ദൃശ്യങ്ങൾ നമ്മുടെ സംസ്ഥാന പക്ഷിയുടേതാണ്, വേഴാമ്പലിൻ്റെതാണ്. കൊല്ലത്തുകാർക്ക് ഓണത്തിനൊരു സമ്മാനമായി എത്തിയതാണ് വേഴാമ്പൽ. കാര്യം സാധാരണ കൊല്ലത്തിൻ്റെ തീരമേഖലയിലൊന്നും തന്നെ വേഴാമ്പലിനെ കാണാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് ആര്യങ്കാവ് അല്ലെങ്കിൽ കുളത്തൂപ്പുഴ പോലെയുള്ള വനമേഖലയിലാണ് ഈ പക്ഷിയെ കാണാൻ സാധിക്കുന്നത്. അത് കണ്ടെത്തിയത് ആഷ്ലിനാണ്. തെന്മലയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ ഈ കടലിനോട് ചേർന്ന് എങ്ങനെ വന്നത്? ഇവിടുത്തെ നാട്ടുകാരാണ് ഇതിനെ കാണുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അവർക്ക് തികച്ചും അസാധാരണമായൊരു സംഭവമായിട്ടാണ് അവർക്ക് തോന്നിയത്. ഇത്രയും വലിയൊരു പക്ഷീനെ അവർ കാണുകയും ചെയ്ത് തികച്ചും അത്ഭുതത്തോടുകൂടിയാണ് അവർ നോക്കിക്കണ്ടത്. ഞാനും ഇത് ആദ്യമേ കരുതുന്നത് വേറെ എന്തെങ്കിലും ഒരു സ്പീഷ്യസ് ആയിരിക്കാം, വേഴാമ്പലാണെന്ന് ഞാനും വിശ്വസിച്ചില്ല. വന്ന് നേരിൽ കണ്ടപ്പോൾ എനിക്കൊരു ഷോക്കായിരുന്നു. അതായത് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനോട് ചേർന്ന് നമ്മുടെ ലൈറ്റ് ഹൗസിനോട് ചേർന്നാണ് വന്നത് അല്ലേ? ഇതൊരു തികച്ചും എന്താ പറയുന്നത്, വിശ്വസിക്കാൻ പെട്ടെന്ന് ബുദ്ധിമുട്ടുണ്ടായ ഒരു സംഭവം തന്നെയായിരുന്നു. എങ്കിലും നല്ല ചിത്രങ്ങളും നല്ല വീഡിയോസും ഒക്കെ പകർത്താൻ സാധിച്ചു. അതിലുപരി നമ്മുടെ വീട്ടുമുറ്റത്ത് വന്ന ഒരു അതിഥി, അല്ലെങ്കിൽ ഓണക്കാലമാണ്, അതെ, ഓണത്തിന് സമ്മാനമായി എത്തിയ ഒരു അതിഥി എന്നുള്ള രീതിയിൽ തികച്ചും ഒരു സ്പെഷ്യൽ അല്ലെങ്കിൽ ഒരു പ്രത്യേകം നിറഞ്ഞ ഒരു സംഭവം തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു ആദ്യം വൈപ്പിനിൽ ഒരു വേഴാമ്പലിനെ കണ്ട പോലെ, അതിനുശേഷം ആലപ്പുഴയിൽ കണ്ടു. മൂന്നാമത്തെ കേരളത്തിൽ എനിക്ക് തോന്നി തീരമേഖലയിൽ കൊല്ലത്ത് മൂന്നാമത്തെ സ്ഥലമാണെന്ന് തോന്നുന്നല്ലേ? അപ്പോൾ ആ ഒരു സ്പീഷ്യസ് തന്നെയാണോ ഇത് എന്ന് ഇതുവരെ സ്ഥിരീകരിക്കാനായിട്ടില്ല. അതിനുള്ള സാധ്യത കൂടുതലാണ്. ഇതിനു മുമ്പായി നമുക്ക് തെന്മലയിൽ നിന്ന് വേഴാമ്പലുകളെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്, ചിത്രങ്ങൾ പകർത്താൻ സാധിച്ചിട്ടുണ്ട്. അതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പായി നെല്ലിയാമ്പതിയിൽ നിന്ന് ഇവയുടെ നെസ്റ്റിങ്സും കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യുന്നതുമായിട്ടുള്ള നിരവധി ചിത്രങ്ങൾ പകർത്താനും സാധിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ തൊട്ട് മുന്നിൽ നമ്മൾ ദിവസങ്ങളും മണിക്കൂറുകളും കാത്തിരുന്ന ഒരു സ്പീഷ്യസ് വളരെ കാഷ്വലായിട്ടിരിക്കുക എന്നുള്ളത് തികച്ചും അത്ഭുതം നിറഞ്ഞൊരു സംഭവം തന്നെയാണ്. ഞങ്ങളിവിടെ വന്നെത്തിയ സമയത്ത് കാണാൻ പറ്റിയില്ല. നാട്ടുകാർ പറയുന്നുണ്ട് നേരത്തെ കുറച്ച് നേരം മുമ്പ് വരെ ഉണ്ടായിരുന്നു, പക്ഷേ നല്ല തിരക്കുണ്ട്, ലൈറ്റ് ഹൗസിൽ നല്ല തിരക്കുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരു സുരക്ഷിത സ്ഥലത്തേക്ക് മാറിയിട്ടുള്ളത്. എന്തായാലും ആ ദൃശ്യങ്ങൾ പകർത്താൻ സാധിച്ചു. ക്യാമറമാൻ ഷാനവാസ് പരീതിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.